വിശകല ടീച്ചർക്ക് പിൻഗാമി ഇല്ലാന്ന് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പേടിക്കേണ്ട, വിശകല ടീച്ചറേക്കാൾ അതിനേക്കാളും മൂത്ത ഒരു പിൻഗാമി തന്നെ വന്നിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടോ. നാട്ടിൽ ഒരു ഭാരതം എന്നൊരു പേരുള്ള ഒരു നാടുണ്ട്. ആ നാട് നമ്മൾക്ക് തന്ന അഭയത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. ഇവിടെ ചോറും അവിടെ കൂറുമുള്ള രീതിയിൽ ഇവിടെ പാകിസ്ഥാൻ DNA പേറി നടക്കുന്ന ഒരുപാട് സുഡാപ്പികൾക്ക് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, എന്റെ രാജ്യം ഭാരതത്തെ അവിടെ പഠിപ്പിക്കുന്നു. അവരുടെ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ നിന്ന് പോലും അറിയാതെ ഇവിടെ ഇസ്ലാമിക ജിഹാദികളുടെ കളിത്തൊട്ടിലായി മാറിയ കേരളത്തിൽ കിടന്ന് കുരയ്ക്കുന്ന ആ തെരുവ് പട്ടികൾക്കുള്ള മറുപടിയായിട്ട് തന്നെയാണ് ഈ ഒരു ഭാഷ ഉപയോഗിക്കുന്നത്. അഖില എന്നോട് ക്ഷമിക്കുക, നമ്മുടെ അഖില ഇസ്രായേലിൽ നിന്ന് നമ്മുടെ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് മറ്റൊന്നുകൊണ്ട് അതാണ്. ഇസ്രായേലിൽ നിന്ന് വന്ന നമ്മുടെ അഖില എത്തിപ്പെട്ടത് നല്ല സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ്. മലം ബൈജു ഒന്ന് മലം വാരി എറിയും. നിങ്ങൾ കണ്ടോ? സ്ത്രീകളെ കൃഷിയിടമായി കണ്ടു നടക്കുന്ന, എന്നാൽ പോക്സോ ക്രിമിനലിനെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം, അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള അവരാണ് ഈ പറയുന്ന കൈയില്ലാത്തവനാണ് ചെറുവിരലില്ലാത്തവനെ കുറ്റം പറയുന്നത് എന്ന് പോലെ. ഇവരോട് എന്താണ് മറുപടിയായിട്ട് തീക്ഷ്ണമായിട്ടുള്ള വാക്കുകളിൽ പറയുകയാണെങ്കിൽ അങ്ങ് പറയുക? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മളൊരു വലിയൊരു പോയിന്റിലേക്ക് തന്നെ അല്ലെങ്കിൽ ഒരു ഘടകത്തിലേക്ക് തന്നെ വരേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് സ്ത്രീ സമൂഹത്തെ അടിമയാക്കി വെച്ചിരിക്കുന്ന ഒരു പറ്റം കൂട്ടർ, അങ്ങനെ തന്നെ പറയണം, അടിമകളാക്കി അവരെ കിടപ്പറയിലെ വെറും ഉപകരണങ്ങൾ മാത്രമാക്കി സ്ത്രീ സമൂഹത്തെ കണ്ടിരിക്കുന്ന ഒരു പറ്റം ജനങ്ങളോട് തീർച്ചയായിട്ടും അതിൻ്റെതായ ഭാഷയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. പക്ഷെ അത്രയും സംസ്കാര ശൂന്യത എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് എന്റെ മിതമായ രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. അതിന്റെ മുമ്പ് ഞാൻ ചെറിയ കാര്യം ചേച്ചിക്ക് പറഞ്ഞുതരാം. ഈ മുല കാണിച്ച് നടക്കണം എന്നുണ്ടായിരുന്നത് ഈ പറഞ്ഞ പ്രാകൃത മതത്തിലല്ലായിരുന്നു കേട്ടോ. മുല കാണിച്ചേ നമ്മുടെ നാട്ടിലെ നായന്മാരും നമ്പൂരിശന്മാരും അല്ലാത്തവർ നടക്കണം. അത് കണ്ട് നായന്റെയും നമ്പൂരിന്റെയും ആണുങ്ങളുടെ കണ്ണ് തള്ളി ജീവിക്കണം എന്നുള്ളൊരവസ്ഥ, അത്രയും പ്രാകൃതമായിട്ട് അവസ്ഥ ഉണ്ടായിരുന്നില്ല അന്ന്. ഇസ്ലാം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോട്ട് വന്നപ്പോഴും ക്രിസ്ത്യാനിറ്റി സ്ട്രോങ് ആയിട്ട് വന്നപ്പോഴും ഒരുപാട് ആൾക്കാർ അറ്റ്ലീസ്റ്റ് ബ്ലൗസ് ഇട്ട് നടക്കാലോ എന്ന് വിചാരിച്ചിട്ട് മതം മാറിയ ആൾക്കാർ വരെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ചേച്ചിയുടെ സംസ്കാരവും പാരമ്പര്യവും മറ്റേ സാഹോദര്യവും മറ്റേ സ്ത്രീകളെ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ബാക്കിയൂടെ കേൾക്കുമ്പോൾ. നമ്മുടെ സമൂഹം, അതായത് നമ്മുടെ ഭാരതം എന്നും സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുത്തിട്ടേ ഉള്ളൂ. അതിൽ തന്നെ ഒരു പറ്റം ജനങ്ങള് സ്ത്രീകളെ ഈ പറഞ്ഞ കണക്ക് അടിമയാക്കി വെച്ചിട്ടുണ്ട്. അവര് സ്ത്രീകളുടെ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. ഇന്നും അവർക്ക് തലയോ അവരുടെ മുഖമോ കാണിക്കാൻ പറ്റാത്ത രീതിയിൽ സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടി വരുന്നു. കാരണം അത് ഞങ്ങളുടെ മതം അങ്ങനെയാണ് പഠിപ്പിച്ചതെന്നാണ് അവർ പറയുന്നത്. അതാണ് അവരുടെ വികസനം. അതാണ് നമ്മൾ മുഖം തുറന്ന് കാണിക്കാൻ പറ്റാത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വികസനം എന്ന് പറയുന്നവരോടൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? ഇതൊന്നും അല്ല, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും പ്രവർത്തിക്കാനും ഉണ്ടെന്ന് പറയുന്ന നമ്മുടെ ഭാരതത്തെ ചേർത്ത് നിർത്തുന്ന ഒരു പറ്റം ഭാരതീയ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭരണവ്യവസ്ഥയിൽ അത്രത്തോളം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പറ്റം പെൺപുലികളുണ്ട്. അവര് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരിക തന്നെ ചെയ്യും. ഇപ്പോഴും സമൂഹത്തിന്റെ മുഖ്യധാരയിലോട്ട് വന്നത് ഈ തലയിൽ തട്ടട്ട ആൾക്കാരാണ്. കേരളത്തിലെ മൊത്തത്തിലെ ഡോക്ടേഴ്സിന്റെ എണ്ണം എടുത്ത് നോക്കുമ്പോൾ അതിൽ പകുതിയും മുസ്ലിം ഡോക്ടേഴ്സാണ് കിടക്കുന്നത്. അതിലേറ്റവും കൂടുതൽ പെണ്ണുങ്ങളും. ഈ തട്ടിട്ട് മറ്റേ ബെഡ്റൂമിൽ യൂസ് ചെയ്യുന്ന വെറും ഉപകരണമാക്കി മാറ്റിയിരുന്നെങ്കിൽ കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിൽ 10ാം ക്ലാസ് ജയിച്ച് A+ കിട്ടിയതും +2 കഴിച്ച് A+ കിട്ടിയതും എഞ്ചിനീയറിംഗിൽ ഏറ്റവും കൂടുതൽ ജയിച്ചു വരുന്നതും എൻട്രൻസിൽ ഏറ്റവും കൂടുതൽ ജയിച്ചു വരുന്ന ഓരോ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ജയിച്ചു വരുന്ന ഈ തലയിൽ തട്ടിട്ട പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ തന്നെയാണ് ചേച്ചി. അവരൊക്കെ അവിടെ നല്ല രീതിയിൽ നല്ല ജോലിയായിട്ട് നല്ല സുഖമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. പിന്നെ ഇതിലൊന്നും വലിയ മെച്ചവും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേച്ചി വല്ല GNM വല്ല നഴ്സിംഗിന്റെ ഏതെങ്കിലുമൊക്കെ കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഇസ്രായേലിൽ കയറി കണ്ടവന്റെ ചന്തി കയറേണ്ട അവസ്ഥയാണ് അല്ലേ? ഇസ്രയേലിന് നേരെ ഭീഷണി ഉതിർക്കുന്ന എന്തിനേയും നമ്മൾ, അവരുടെ ജീവനും ജീവിതത്തിനും ഭീഷണിയാവുന്ന എന്തിനേയും നമ്മൾ നിലനിർത്തേണ്ട കാര്യമില്ല. അപ്പം തീർച്ചയായിട്ടും അവർ യുറേനിയം കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവര്. അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ രാജ്യത്തിന് അത് ഭീഷണിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് അവരുടെ ആണവ നിലയം 2 ദിവസത്തിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ യുറേനിയം ആണവത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം, അണുവായുധ പദ്ധതികൾ നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യണം, നമ്മൾ കയറിയിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അവർ വീണ്ടും ആ കൺസംഷൻ തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തത്. എന്തായാലും ചേച്ചിക്ക് ഇതിനെപ്പറ്റി ഒരു ബോധമില്ലാതെ മനസ്സിലായി. ഈ പറഞ്ഞ യുറേനിയം കൺസപ്ഷൻ അല്ലാതെ പക്ഷേ യുറേനിയം പ്യൂരിഫൈ ചെയ്തിട്ട് അവർ ബോംബ് ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മുടെ പേടി. ഈ പറഞ്ഞ ഇസ്രായേലിലെ ഇതുവരെ അണുവായുധങ്ങൾ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ഇസ്രായേലിന്റെ കയ്യിലുള്ള അണുവായുധങ്ങളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അണുവായുധങ്ങൾ കയ്യിലുള്ള രാജ്യം ഇസ്രായേലാണെന്നാണ് പറയപ്പെടുന്നത്. ലോകത്തുള്ള ഒരു തരത്തിലുള്ള ആണവ കരാറുകളിലും മറ്റു തരത്തിലുള്ള പ്രിവെൻഷൻ കരാറുകളിലോ ഒന്നിലും ഇസ്രായേൽ ഇതുവരെ സൈൻ ചെയ്തിട്ടുമില്ല. അവരവരുടെ കയ്യിലില്ലാന്നും പറഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. അപ്പം ഇത്രയും ഇസ്രായേലിന്റെ കയ്യിൽ വെച്ചിട്ട് അവർ ഈ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഏത് രാജ്യത്തിനും പറയാം, ഇസ്രായേൽ തെറ്റിക്കഴിഞ്ഞാൽ അവർ പറയപ്പെടാത്ത ഈ പറഞ്ഞ ആണവായുധങ്ങൾ ഞങ്ങളുടെ മേൽ വരും, ഞങ്ങൾ എല്ലാവരും കൂടി ഇസ്രായേലിനെ ആക്രമിക്കട്ടെ എന്നൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ബാക്കി രാജ്യങ്ങൾ കാണിക്കുന്ന മര്യാദ. ഇത് നാളെ അവരെന്തെങ്കിലും ചെയ്യും എന്ന് പേടിച്ചിട്ട് ഇന്ന് അവിടെ കൊണ്ട് ബോംബിട്ട് അത് തകർക്കുക എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ഒരു ബേസിക് ചിന്ത ഉണ്ടാവുന്നത് നല്ലതാണ്. ഒരു കാര്യം നമ്മൾ പറഞ്ഞ് ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ ഇതുപോലത്തെ വിഡിത്തങ്ങളൊക്കെ പൊലമ്പിക്കൊണ്ടിരിക്കും. പോട്ടെ.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളായിട്ട് വർഗീയ വിഷം തുപ്പുന്ന തീവ്രവാദി മനോഭാവമുള്ള കുറച്ച് ഒരു പറ്റം ജന്തുക്കളെന്ന് ഞാൻ പറയും. അവര് കേരളത്തിൽ ഇന്ന് ജീവിക്കുന്നത് കൊണ്ട് ഈ ഭാരതം എന്ന രാജ്യത്തെ വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് അവരിന്ന് വരുത്തുന്നത്. ലോക രാജ്യങ്ങള് ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തെ നോക്കി കാർക്കിച്ച് തുപ്പേണ്ട ഒരു അവസ്ഥയാണ് ഇന്നത്തെ വർഗീയ വിഷം തുപ്പുന്ന തീവ്രവാദി മനോഭാവമുള്ള ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ തീർച്ചയായിട്ടും നമ്മുടെ ഒരുപറ്റം സമൂഹം പ്രതികരിച്ചേ പറ്റൂ. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു മക്കള് ജീവിച്ച് വളരേണ്ട ഇതാണ്. നമ്മുടെ ഭാരത സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരുപറ്റം ജനതയുണ്ട്. ആ ജനതയ്ക്ക് നാളെ തുറന്ന് സംസാരിക്കണമെങ്കിൽ ഇവരെയൊക്കെ പേടിച്ച് ഇന്ന് വീട്ടിനകത്ത് ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. വളരെ ന്യൂനപക്ഷത്തിലിരുന്ന ഈ മതസമൂഹം ഇന്ന് ഭൂരിപക്ഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് മതമാണെന്ന് ഞാൻ പറയേണ്ടത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ചേച്ചി അങ്ങ് ഉറഞ്ഞതുള്ളാണ്. ന്യൂനപക്ഷത്തിൽ ഇരുന്ന ആ മതം എന്ന് പറയുന്നത് മുസ്ലിം മതമാണ് ചേച്ചി ഉദ്ദേശിച്ചതും. അതുപോലെ തന്നെ ഈ മതത്തിലെ ആൾക്കാരെ പേടിച്ചിട്ട് കേരളത്തിൽ ആരും തലയിൽ മുണ്ടിട്ട് നടക്കുന്നു, അതല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തോട്ടുള്ള രാജ്യങ്ങളിൽ എവിടെയും ആരും കേരളത്തിലാണല്ലോ ഞങ്ങൾ എന്ന് പറഞ്ഞ് തല മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ചേച്ചിയുടെ മോദിജി വന്ന് നമ്മുടെ രാജ്യം ഭരിച്ചിട്ട് 10 വർഷം ആയിട്ടേ ഉള്ളൂ. അതിൻ്റെ മുമ്പ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് വെറും സ്ക്രാപ്പെന്ന് നമ്മളെ എടുത്ത് ഇത്രയും വരെ കൊണ്ടുവന്ന് നമ്മുടെ മിഡിൽ ഈസ്റ്റിലോട്ടും യൂറോപ്പിലോട്ടും എവിടെ ചെന്ന് കഴിഞ്ഞാലും മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വികാരം തന്നെയല്ലേ. മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ നെഞ്ചോട് ചേർത്ത് എന്നൊക്കെ നമുക്ക് പറയാനൊക്കെ എളുപ്പമാണ്. അങ്ങനെ ചേർക്കുന്ന ആൾക്കാരുണ്ട്, അത് അന്നുണ്ട് ഇന്നുണ്ട് എന്നുണ്ട്. എങ്കിലും അക്കൂട്ടത്തിൽ ഇതൊന്നും ചേർക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാലും നമ്മൾ മിഡിൽ ഈസ്റ്റ് എടുത്ത് നോക്കിയാൽ, യൂറോപ്യൻ അമേരിക്കൻ കൺട്രീസ് എടുത്ത് നോക്കിയാൽ അവിടെയൊക്കെ ചെന്ന മലയാളികൾ അവിടെ ചെന്നിട്ട് അവരുടെ പല രീതിയിലും അവരുടെ ഭരണങ്ങളിലും അവിടുത്തെ മറ്റ് ബിസിനസ് മേഖലകളിലും എവിടെ ചെന്ന് കഴിഞ്ഞാലും അവരുടെ പ്രാതിനിധ്യം തെളിയിച്ച് പേരെടുത്തിട്ടുള്ള സ്ഥലമാണ് കേരളം. ആ കേരളത്തിൽ ഇന്ന് തലയിൽ എന്താ പറയുക, കേരളത്തിൽ നിന്നാണല്ലോ ജിഹാദികളുടെ രാജ്യമാണല്ലോ എന്ന് വിചാരിച്ച് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരാവശ്യം വന്നിട്ടില്ല. പക്ഷേ ഇപ്പം പല സ്ഥലത്തും അങ്ങനെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. കാരണം ഇപ്പം ഇന്ത്യ എന്നാന്ന് പറയുമ്പോൾ പല രാജ്യത്തിലെ ആൾക്കാർക്കും പേടിയാണ്. നിങ്ങളുടെ രാജ്യത്ത് ബീഫൊക്കെ കഴിക്കാൻ പറ്റുമോ? നിങ്ങളുടെ രാജ്യത്ത് ശ്രീരാമ എന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ കൊല്ലുന്ന രാജ്യമല്ലേ? ഇതൊക്കെ ചോദിക്കുന്നത്. പുറത്ത് എവിടെയും ഇന്ത്യയിൽ അള്ളാഹു അക്ബർ വിളിച്ചിട്ടില്ലെങ്കിൽ കൊല്ലും എന്നുള്ള ഒരു പ്രചരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇന്ത്യയിൽ ഇന്ന ഫുഡ് കഴിച്ച് മുസ്ലിങ്ങൾ പന്നി കഴിക്കില്ല, അത് പന്നി കഴിക്കുന്നവനെ കൊല്ലണം എന്ന് എവിടെയും മുസ്ലിങ്ങൾ ഈ പറഞ്ഞ ഇന്ത്യയിൽ എവിടെയും സംഭവം നടന്നിട്ടില്ല, കേരളത്തിൽ നടന്നിട്ടില്ല, എവിടെയും നടക്കുന്നില്ല. പക്ഷേ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീരാമന്റെ മുഖ്യ സംഭവമായിരുന്നു. ശ്രീരാമൻ പണ്ട് മാന്യ വരെ കഴിച്ചു എന്ന് പറയേണ്ടത്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുന്ന രാജ്യമല്ലേ ഇന്ത്യ എന്ന് ചോദിക്കുന്ന നാടാണ് നമ്മുടെ ഒപ്പം. അതുകൊണ്ട് ചേച്ചി ഒരുപാട് കേരളത്തിൽ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഇല്ല, അന്നുമില്ല ഇന്നുമില്ല ഇനിയും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെയൊക്കെ പേര് വെച്ച് ചിലപ്പോൾ കേരളത്തിലെ ആൾക്കാർ തല കുനിച്ച് തന്നെ നടക്കേണ്ടി വരും. അല്ലെ? ആ ന്യൂനപക്ഷത്തിൽ നിന്നും ഭൂരിപക്ഷത്തിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുക. നമ്മളായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആൾക്കാർ ഇന്ന് വെട്ടിച്ചുരുക്കി നമ്മൾ ന്യൂനപക്ഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ അവരെ അടിച്ചൊതുക്കി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് കാണുന്നത്. തന്റെ ഇടമായിട്ട് തുറന്നു പറയുന്ന ആൾക്കാരെ ചീത്ത വിളിക്കുകയും വീട് കയറി ആക്രമിക്കുകയും ഇപ്പൊ ഞാൻ തന്നെ എന്റെ ഒരു ലൈവ് പോസ്റ്റിൽ വന്നിട്ട് ആരെയും ദ്രോഹിക്കാത്ത രീതിയിലുള്ള ഒരു വീഡിയോ ഇട്ടാൽ ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ എന്നെ മതപ്രീണനം നടത്തുന്ന ഒരു പറ്റം ജനങ്ങള്. ഇനി ചേച്ചിനോട് ചോദിക്കും, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ പറഞ്ഞ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങൾ ഇപ്പോഴും നമ്മുടെ ഭാരതത്തിൽ 14% മാത്രമേ ഉള്ളൂ. 14%. 80% ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളാണുള്ളത്. ഈ 14% വരുന്ന മുസ്ലിങ്ങൾ എവിടെയാണ് ഒരു ഹിന്ദുവിനെ പോയി അടിച്ച് ഞങ്ങളുടെ രാജ്യമാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷമായിട്ടുള്ള ഞങ്ങളാണ് ഇവിടെ ഇത്രയും കാലം ഭരിക്കാൻ പോകുന്നത്, നിങ്ങൾ തീർക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കയറി അടിച്ച് നിൻ്റെ ഒക്കെ അണ്ണാക്കിലിട്ട് മണ്ണ് വാരിയിട്ട് ഒരു കേസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? ശ്രീരാമാന്ന് വിളിച്ചിട്ട് കൊല്ലാറുണ്ട്, അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യയിൽ അടിച്ചതായിട്ട് മുഖത്ത് തുപ്പിയതായിട്ട് അല്ലെങ്കിൽ ഒന്ന് കണ്ണുരുട്ടിയതായിട്ടുള്ള ഒരു കേസ് പോലും ഇല്ല. തിരിച്ചാണെങ്കിൽ എല്ലാ കേസുകളും നമ്മുടെ രാജ്യത്തുണ്ട്. ഈ പറഞ്ഞ വെറും 14% വരുന്ന ആൾക്കാർ എവിടെയാണ് ഈ പറഞ്ഞ നിങ്ങളെ അടിച്ചൊതുക്കി ഇല്ലാണ്ടാക്കി ഇങ്ങോട്ട് കയറി വരുന്നത്? ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ സർവേ വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു 100 വർഷം അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാലും ഈ 14% വരുന്ന ആളുകൾ മാക്സിമം വരാൻ പോകുന്ന 20-22%. അത് അവർക്ക് ഉറപ്പുള്ള സാധനങ്ങളായതുകൊണ്ടും മക്കളുണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? അല്ലാണ്ട് അവരടിച്ചൊതുക്കിയിട്ടല്ല ഹിന്ദുക്കൾ രാജ്യത്ത് നിന്ന് കുറഞ്ഞു പോയത്. നിങ്ങൾ മച്ചികളായതുകൊണ്ടും നിങ്ങളുടെ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങൾ മച്ചികളായി പോയതുകൊണ്ടും നിങ്ങൾ ആണുങ്ങൾക്ക് സംഭവം ഇല്ലാത്തത് കൊണ്ടും അതെ സ്റ്റാമിന ഇല്ലാത്തത് കൊണ്ടും കുട്ടികൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. അതില്ലാത്തതിന് ഈ പറഞ്ഞ മുസ്ലിങ്ങൾ അടിച്ചൊതുക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് എവിടെയും മുസ്ലിങ്ങൾ അടിച്ചൊതുക്കിയിട്ട് ഹിന്ദുക്കൾ ഇല്ലാണ്ടായിട്ടുള്ള ഒരു സംഭവം നടന്നത് കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും എടുക്കുക. തിരിച്ചാണെങ്കിൽ 100 കേസുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാല്ലേ? എന്തിനാണ് ഇങ്ങനെ നാളെ പറ്റിക്കുന്നത്? പച്ചക്കളവല്ലേ? ഉള്ളിലുള്ള വർഗീയതല്ലേ നീ പുറത്തോട്ടിട്ടത്? ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ അടിച്ചൊതുക്കി ഈ രാജ്യം പിടിച്ചടക്കുന്നു എന്നുള്ളത് ലോകം 1-ാം നമ്പർ വിഡ്ഢിത്തമല്ല, വർഗീയ വിഷമല്ലേ നീ ഇപ്പൊ തുപ്പിയത്? ഇത് എങ്ങോട്ടാണ് ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ കുഞ്ഞു മക്കൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഭാരത രാഷ്ട്രത്തിന്റെ സംസ്കാരം മറ്റ് പല രാജ്യങ്ങളും ഈ കുഞ്ഞുങ്ങൾ പോയി ജോലി ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ ചെന്ന് നമുക്ക് വിളിച്ചു പറയാൻ പറ്റണം അഭിമാനത്തോടെ. ഇന്നിപ്പോ ഈ ഇസ്രായേൽ മണ്ണിലിരുന്ന് എന്റെ ഭാരതത്തെ പറ്റിയിട്ട് എനിക്ക് ഇന്ന് അഭിമാനത്തോടെ സംസാരിക്കാൻ പറ്റുന്ന പോലെ നാളെ എല്ലാ കുഞ്ഞു മക്കൾക്കും പല രാജ്യത്തും പോയിട്ട് എന്റെ ഭാരതം എന്ന് നെഞ്ചോട് ചേർത്ത് പറയണമെങ്കിൽ ആ ഭാരതം ഇന്ന് തിരുത്തി എഴുതേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ പ്രത്യേകിച്ച് ഞാൻ പറയുവാണെങ്കിൽ
നമ്മൾ ഹിന്ദു ക്രിസ്ത്യാനി തമ്മിൽ ഉണ്ടാവുന്ന ഒരു ഇതുണ്ട്. അപ്പം നമ്മൾ ആരെയും വേർതിരിച്ച് കാണുന്നില്ല, മനുഷ്യരെ നമ്മൾ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല. പക്ഷെ പ്രത്യേക ഒരു സമൂഹത്തിലുള്ള വിഭാഗക്കാർ മാത്രം, അവര് മാത്രം ഈ ലോകത്ത് ജീവിച്ചാൽ മതിയെന്ന് കരുതുന്നത് എന്തൊരു വൃത്തികെട്ട ചിന്താഗതിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് ഇവർക്ക് എന്താണ് ഇത് മാറ്റം വരാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ഒരാൾ ഒരു കട തുടങ്ങി കഴിഞ്ഞു, എന്ത് വൃത്തികെട്ട ചിന്താഗതിയല്ല ഈ പെണ്ണ് പറയുന്നത്. ഇന്ത്യയിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ആണെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ വരുമ്പോഴാണ് പ്രശ്നം. നീയൊക്കെ 5 വർഷമായിട്ടുള്ള ഇസ്രായേലിൽ പോയിട്ടുള്ളൂ. നീയൊക്കെ ജനിച്ച് വളർന്നത് കൊല്ലത്താണെങ്കിലും മുസ്ലിങ്ങളുടെ ഇടയിൽ ബാക്കിയുള്ള എല്ലാവരുടെ ഇടയിലല്ലേ. നിനക്കൊക്കെ ഒരു പോറൽ പോലും സംഭവിച്ചിട്ടുണ്ടോ? നിന്റെ കുടുംബത്തിൽ ഒന്നിനെങ്കിലും ഒരു മുസ്ലിം വന്നിട്ട് ചീത്ത വിളിക്കുക അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ. നീയും ഈ പറഞ്ഞ ഇപ്പുറത്തിരിക്കുന്ന മലം ബൈജു ഒക്കെ ഇത്രയും കാലം മലപ്പുറത്ത് നിലമ്പൂർ ജീവിച്ച് വളർന്ന് ഇത്രയും ആയി അവൻ്റെ മലം തുപ്പി അത് തിന്ന് തൂറി ജീവിക്കുന്ന സമയം വരെ അവനും ഇതേ പറഞ്ഞ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണ്. അവൻ്റെ മേലൊരു രോമം വരെ മുസ്ലിങ്ങളായിട്ട് വന്ന് അടിച്ചിട്ടുണ്ട് അവനെ. പിന്നെ നിങ്ങൾ എന്ത് വിവരം, എന്ത് വൃത്തികെട്ട രീതിയിലാണ് ഇത് പറയുന്നത് സമൂഹത്തിൽ. ഈ പറഞ്ഞ മുസ്ലിമിനെയും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യനെയും തമ്മിൽ അടുപ്പിക്കാൻ നിൻ്റെയൊക്കെ വായന വരുന്ന എത്ര വൃത്തികെട്ട ചിന്താഗതിയാണ് നിൻ്റെ ഉള്ളിലുള്ളത്. നിനക്ക് കാണിച്ചു തരാൻ എക്സാമ്പിൾസ് ഇല്ല. നിൻ്റെ വായന നീയൊക്കെ ഈ തുപ്പുന്ന വിഷം മാത്രമാണ് നിങ്ങൾ സംസാരിക്കുന്നത്. തിരിച്ചാണെങ്കിൽ 100 എണ്ണം കാണിച്ചു തരാനുണ്ട് കേരളം മാറ്റി നിർത്തി കഴിഞ്ഞാൽ. നമ്മൾ ആ കടയിൽ ആര് ജോലി ചെയ്യുന്നു എന്നോ ആ കടയിൽ ഉള്ള ഏത് മതസ്ഥരാണെന്നോ നമ്മൾ നോക്കാറില്ല. നമ്മൾ പോയി സാധനം വാങ്ങി തിരിച്ചു വരുന്നു. പക്ഷെ ഒരു പറ്റം മതത്തിലുള്ള ആൾക്കാർ അവരുടെ കടയിൽ നിന്ന് മാത്രമേ സാധനം വാങ്ങിക്കത്തുള്ളൂ. അവര് മാത്രം ഇവിടെ ബിസിനസ് ചെയ്താൽ മതി, അവരുടെ ഉന്നമനം മാത്രം നമ്മുടെ രാജ്യം നോക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഇവരിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളർന്നു വരുന്ന പുതിയ തലമുറയെ അത്യന്തം വഷളാക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഭാരതം എന്ന അഭിമാനത്തോടെ പറയുന്ന ആൾക്കാർ നാളെ ഭാരതം എന്ന് പറയുമ്പോൾ നാണം കെടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. തീർച്ചയായിട്ടും ഭാരതം എന്ന് പറയുമ്പോൾ നാണിക്കാൻ തോന്നുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുമ്പോഴേ നമുക്കൊക്കെ കുറച്ചുകൂടി എഫക്ട് വരുന്നുള്ളൂ. ഇപ്പം കഴിഞ്ഞ 12 വർഷം കൊണ്ട് ഭാരതം പറഞ്ഞ് ഭാരതത്തിൽ തൂറി നിറച്ച് സംഖ്യകൾ കാണിച്ച് നാറ്റ കേസ് കൊണ്ട് ഭാരതം എന്ന് പുറത്തു പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മുഖം പൊത്തുന്ന അവസ്ഥ. പകരം ഇന്ത്യ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മെച്ചമുണ്ടെന്ന് അപ്പം എനിക്ക് തോന്നിയത്. പണ്ടത്തെ പേര് അതായതുകൊണ്ടും ഭാരതം എന്ന ഇന്ത്യ ആയതുകൊണ്ടും അല്ല ഇന്ത്യ എന്ന ഭാരതം എന്നായതുകൊണ്ട് തന്നെ ഇപ്പം ഈ സംഖ്യകൾ എച്ചികൾ ഭാരതം പറഞ്ഞിട്ടാണ് ഭാരതത്തിന് ഇത്ര ചീത്തപ്പേരുണ്ടായത്. പിന്നെ കേരളത്തിൽ എവിടെയാണ് മുസ്ലിങ്ങളെ കടയിൽ നിന്ന് മാത്രമേ വാങ്ങിക്കുന്നുള്ള ആഹ്വാനം അല്ലെങ്കിൽ അങ്ങനെ സംഭവം ഉണ്ടായത്? തിരിച്ച് നമ്മുടെ നാട്ടിലെ ക്രിസംഖികളും സംഖി മരവാണങ്ങളും ഇപ്പം പുതിയ ചില ടേംസ് ഇറക്കിയിട്ടുണ്ട്. ഹിന്ദുക്കളെ കടകളിൽ നിന്ന് മാത്രമേ സാധനം വാങ്ങിക്കാവൂ, മുസ്ലിങ്ങളെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ പാടില്ല, അങ്ങനെ അവരെ ഒറ്റപ്പെടുത്തണം, അവരെ മാറ്റി നിർത്തണം, അവരാതാക്കണം. ആ ഒരു ചിന്താഗതി നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവന്നത് തീവ്ര നിന്നെപ്പോലത്തുള്ള സംഘികളും ക്രിസംഖികളും എച്ചിലുകളുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാറ്. പറയുമ്പോൾ കുറച്ചൊരു ബേസ് വെച്ചിട്ട് സംസാരിക്കാനാണ്. അറിയില്ലെങ്കിൽ വാ തുറക്കാൻ നിൽക്കരുത്. നമ്മുടെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ആരാധ്യനായ മനുഷ്യൻ ഉള്ളത് കൊണ്ട് മാത്രം ഇന്ന് ഭാരതം ആ ഒരു രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കാലഘട്ടത്തെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് BC അല്ലെങ്കിൽ AD എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ തരംതിരിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ആ കാലഘട്ടത്തെ നമ്മൾ നരേന്ദ്രമോദിജിക്ക് മുൻപും നരേന്ദ്രമോദിജിക്ക് ശേഷവും എന്ന് പറഞ്ഞിട്ട് കാലഘട്ടം നമ്മൾ തരംതിരിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പറയേണ്ടത് നാരീശക്തി തന്നെയാണ്. അതായത് നമുക്ക് നേരത്തെ പിന്നോക്കം നിന്നിരുന്ന ഒരു പറ്റം സ്ത്രീകൾ ഈ ഒരു 11 വർഷത്തെ കാലയളവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ ആർജവത്തോടും വളരെ തന്റേടത്തോടും കൂടി സമൂഹത്തിന് മുന്നിൽ വന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. ആ നാരീശക്തി തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇപ്പൊ നമ്മളെ ചൈനയെ പിന്തള്ളി ഇന്ത്യ 1ാമത് എത്തിയിരിക്കുകയാണ്. അപ്പം ആ പോപ്പുലേഷനകത്ത് തന്നെ ഈ സ്ത്രീ സമൂഹം ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഏത് പാതിരാത്രിക്കും നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന ആ ഒരു ധൈര്യം ഇന്ന് നാരികൾക്ക് ഉണ്ടായത്, അതായത് സ്ത്രീ സമൂഹത്തിന് ഉണ്ടായത് നരേന്ദ്രമോദി എന്ന ആ ഒരു ആരാധ്യനായ മനുഷ്യൻ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് വന്നതിന് ശേഷം തന്നെയാണെന്ന് ഞാൻ പറയും. എന്റെ പൊന്നു നാരി ചേച്ചി, സോറി അങ്ങനെയല്ല കേട്ടോ, നാരി ശക്തിനെ പറ്റി ചേച്ചി ആർത്തിരമ്പുമ്പം ചേച്ചി 5 വർഷമായിട്ട് ഇവിടെയാണ് കേട്ടോ, ഇസ്രായേലാണ്. അപ്പോൾ ചേച്ചിക്ക് ഈ നാരി ശക്തിയുടെ എഫക്ട് പാതിരാത്രി ഇന്ത്യയിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ ആക്കി തീർത്ത മഹാനായ ധീരപുരുഷൻ നമ്മുടെ മോദിജിയുടെ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ 2014 മുതൽ ഇങ്ങോട്ട് 2025 വരെയുള്ള നാരീ ശക്തി ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. ഇന്ത്യ വേൾഡ് ഇൻഡസ്ട്രിയിൽ വുമൺ സേഫ്റ്റിയിൽ പ്രത്യേകിച്ച് നൈറ്റിലും മറ്റ് പല സ്ഥലങ്ങളും പല രീതിയിലും ഓഫീസുകളിലും അവിടുന്നും ഇവിടുന്നുമായിട്ട് വുമൺ സേഫ്റ്റിയുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 131ാമത്തെ സ്ഥാനം, 128ാമത്തെ സ്ഥാനം. അതായത് 177 രാജ്യങ്ങളായിട്ടാണ് ഇതിൻ്റെ ഇൻഡസ്ട്രിയിലുള്ളത്. അതിൻ്റെ സ്ഥാനത്ത് ഇന്ത്യ 128ാമത്തതാണ്. അത് 2017 മുതലുള്ള ലിസ്റ്റാണ്. ഞാൻ ഈ ലിസ്റ്റിൽ ഇങ്ങനെയാണ് പോകുന്നത്. 2014 മുമ്പ് ഇന്ത്യയുടെ സ്ഥാനം 131 ആയിരുന്നു. അന്നും ഇന്നും ഒക്കെ ഇന്ത്യയുടെ സ്ഥാനം 1 തന്നെയാണ്. നരേന്ദ്രമോദിജി വന്നതുകൊണ്ട് രാത്രി പെണ്ണുങ്ങൾ പുറത്തോട്ട് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ റേപ്പ് കേസുകളുടെ എണ്ണം ഇന്ത്യയിൽ കൂടിയിട്ടേ ഉള്ളൂ. പിള്ളേരെ അബ്യൂസ് ചെയ്യുന്ന കേസുകൾ ഇന്ത്യയിൽ കൂടിയിട്ടേ ഉള്ളൂ. പെണ്ണുങ്ങളെ ഏത് രീതിയിലും എവിടെ നിന്നൊക്കെ എന്തൊക്കെ രീതിയിൽ സേഫ്റ്റി ഇല്ലാത്ത രീതിയിൽ ഇന്ത്യൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇൻഡസ് ചേച്ചി. നമ്മൾ താടിജീനോടുള്ള ഇത് മൂത്തിട്ടെ, ആരാധന മൂത്തിട്ട്
സ്ഥിതിഗതികൾ വിവരം എന്താണെന്ന് അറിയാണ്ട് വെറുതെ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയാണ്ടിരിക്കും. ഇത് ഇന്ത്യയിലുള്ള നമുക്ക് തന്നെ പറ്റി അറിയാം. ഇസ്രായേലിൽ ചേച്ചി ഇരുന്ന് കുരയ്ക്കുമ്പോൾ ചേച്ചിക്ക് ഇവിടെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് അറിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു ബുക്ക് സ്വന്തം കയ്യിൽ ChatGPT ആയിട്ടുണ്ട്, അതല്ലെങ്കിൽ ഗൂഗിൾ ആയിട്ടില്ലേ, ഒന്ന് സെർച്ച് ചെയ്തൂടെ? നാരി ശക്തി അല്ലെങ്കിൽ നട്ടപ്പാതിർക്ക് ഇന്ത്യ എത്രത്തോളം സേഫാന്നുള്ളതിന്റെ കണക്ക്. ഇന്ത്യനേക്കാൾ മുമ്പിൽ സകല രാജ്യങ്ങളും ആകെ കുറഞ്ഞ പിന്നോക്കാവസ്ഥയിലിരിക്കുന്ന വളരെ തുച്ഛമായിട്ടുള്ള രാജ്യങ്ങൾ വെറും 19 രാജ്യങ്ങളാണ് ഇന്ത്യക്ക് പിന്നിലുള്ളത്. ബാക്കി 127 രാജ്യങ്ങളും ഇന്ത്യയുടെ മുമ്പിലാണ് ഈ നാരി സേഫ്റ്റിയുടെ കാര്യം കേട്ടോ. ഇതിനു മുൻപ് വരെ സ്ത്രീ സമൂഹത്തിന് ഭയമായിരുന്നു. പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പേടിച്ചിരിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു ഇതിനു മുമ്പ് വരെ. പക്ഷെ അതിനുശേഷം നമ്മൾ ഈ 11 വർഷത്തെ കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിലും വികസനം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പർട്ടിക്കുലർ സംസ്ഥാനം മാത്രമായിട്ട് നമ്മൾ നോക്കണ്ട. ഇന്ത്യ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഏതൊരു രീതിയിലും വികസനത്തിന്റെ പാതയിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന ഇന്ത്യയെ വികസനത്തിന്റെ മുന്നോടിയായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണമാണ് നമുക്കിപ്പം നമ്മുടെ മുന്നിൽ നരേന്ദ്രമോദിജി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് കാര്യത്തിലും, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും പെൺകുട്ടികൾക്കായുള്ള വിദ്യാഭ്യാസത്തിന് പലതരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പല തരത്തിലുള്ള ആനുകൂല്യങ്ങളും. അതുപോലെ അത് നമ്മൾ ജാതി തിരിച്ചിട്ടോ മതം തിരിച്ചിട്ടുള്ള ഇന്ത്യ എന്നാൽ ഒന്നാണ്. ഇനി ചേച്ചിനോടൊന്ന് പറഞ്ഞില്ല, എന്താണ് കഴിഞ്ഞ 11 വർഷം കൊണ്ട് ഇന്ത്യയിൽ വികസനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഏറ്റവും തുടക്കത്തിൽ നമുക്കൊരു സ്റ്റാർട്ടിങ്, നമുക്ക് നമ്മുടെ മലം ബൈജു നേരത്തെ ഒരു കാര്യം പറഞ്ഞു. ഫസ്റ്റ് GDP കാര്യം വെച്ച് തുടങ്ങാം. ഇതാണ് നമ്മുടെ ഭാരതത്തിനല്ല, നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ 5 സമ്പദ് വ്യവസ്ഥ, അതായത് സമ്പദ് സ്ട്രോങ് ശക്തിയായിട്ടുള്ള രാജ്യങ്ങൾ അല്ലേ. ഫസ്റ്റ് അമേരിക്ക, സെക്കൻഡ് ചൈന, 3 ജർമ്മനി, 4 ഇന്ത്യ, 5 ജപ്പാൻ. ഇനി ഞാൻ വേറൊരു ഫോട്ടോ ഞാൻ കാണിച്ചു കേട്ടോ. ഈ ഫോട്ടോയും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ ജപ്പാനെ വെച്ച് കമ്പയർ ചെയ്യുക. ഈ ഫോട്ടോ കണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ GDP. ഏറ്റവും ബേസിക് ആയിട്ട് ഞങ്ങൾക്ക് GDP എന്നത് നമ്മൾ സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ 4ാം സ്ഥാനത്ത് എന്ന് പറയുന്നില്ല. ഇതാണ് സംഭവം. നമ്മുടെ ഇന്ത്യയിൽ നിങ്ങൾ കണ്ടോ, ഇത്രയും 140 കോടി ആൾക്കാർക്ക് ഇത്രയും ട്രില്യൺ, എനിക്ക് തോന്നുന്നു 14.67 ട്രില്യൺ അല്ലേ നമ്മുടെ സമ്പദ് വ്യവസ്ഥ വരും. അതെ, ഇത് അതേ സ്ഥാനത്ത് വെറും കയ്യിലുണ്ടാവുന്ന ആളുകൾ മാത്രമുള്ള ജപ്പാനിൽ അതിനേക്കാൾ ഒരു 2-3% അല്ല, 0.123% ആണ് ഇപ്പോൾ ഇന്ത്യ മാറി നിൽക്കുന്നത്. ഈ വരുന്ന ഇത്രയും ട്രില്യൺ മണി ഇത്രയും ആൾക്കാരുടെ ഇടയിലേക്കാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഇന്ത്യക്ക് ഈ വരുന്നത് ഇത്രയും ആളുകളുടെ ഇടയിലോട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ കാണിച്ചിട്ടുള്ളത്. ഇതിനാണ് നമ്മുടെ ചേച്ചി നമ്മുടെ ചേട്ടനും കൂടെ ഇരുന്നിട്ട് ഇന്ത്യൻ്റെ വികസനം, അതായത് GDPയിലുള്ള ഇന്ത്യയുടെ വികസനത്തിനെ പറ്റി തള്ളുന്നത്. നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇന്ത്യയിലെ GDPയുടെ 40% to 50% 2-3 വലിയ നമ്മുടെ മുതലാളിമാരുടെ കയ്യിലാണ്. ബാക്കി വരുന്നത് മാത്രമാണ് ഈ പറഞ്ഞ മൊത്തം ഗ്രൂപ്പിൻ്റെ അടുത്തോട്ട് വരുന്നത്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ അതിലേക്ക് ഡൗൺ ആയി കിടക്കുന്ന രാജ്യമാണ്. പിന്നെ ഈ 1947 മുതൽ ഈ പറഞ്ഞ 2014 വരെയുള്ള 65 വർഷം എന്ന് നിങ്ങൾ പറയുന്ന ഈ 65 വർഷം 0 എന്ന് ഇന്ത്യനെ 10 വരെ എത്തിച്ചത്. ആ 10 എന്നാണ് ഇപ്പം നമ്മൾ 5ലേക്കും 4ലേക്കും ഒക്കെ എത്തിയത്. 65 വർഷം കൊണ്ട് നമ്മൾ 0 അതായത് അന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സ്ഥലത്ത് നിന്ന് 10 വരെ ഇന്ത്യനെ എത്തിച്ചിട്ട് ബേസിന്റെ കംപ്ലീറ്റ് അതായത് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥകൾ പണ്ട് മൻമോഹൻജി എഴുതി വെച്ചിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥകളാണ്. അതുപോലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാണ്ടാണ് ഇവിടെ കിടന്ന് ഈ കൊര വരച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെ വികസനം എന്ന് പറഞ്ഞ് ചേച്ചി വുമൻസിന്റെ വികസനം ഞാൻ നേരത്തെ കാണിച്ചു തന്നു. നമ്മുടെ വുമൺ സേഫ്റ്റി, ഇന്ത്യയിലെ വുമൺ സേഫ്റ്റി ഇന്ത്യ 128ാമത്തെ സ്ഥാനത്താണ് ആകെ 177 കൺട്രികൾ നമ്മൾ എടുക്കുന്ന സമയത്ത്. പിന്നെ നാരി ശക്തി, അതായത് ലേഡീസിന്റെ ജോലിയുടെ കാര്യം, വിദ്യാഭ്യാസത്തിന്റെ കാര്യം, പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഇന്ത്യ വട്ടപൂജ്യത്തിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തൊഴിൽ, ചേച്ചി പറഞ്ഞ തൊഴിൽ, ചേച്ചി സംസാരിക്കുന്ന എവിടെ നിന്നാണ്? ഇസ്രായേലിന്. അവിടെ ജോലി കിട്ടാണ്ട് അവിടെ പോയിട്ട് കണ്ടവന്റെ കുണ്ടി കഴുകിയിട്ട് കണ്ടവന്റെ വീട്ടിൽ വിഴുപ്പലക്കി ജീവിക്കുന്ന ചേച്ചിയാണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ നരേന്ദ്ര മോദിജിയുടെ ഇത് പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഇതിനൊക്കെ? എന്ത് മറുപടിയാ പറയാം? വേൾഡ് ഇൻഡസ് പട്ടിണിയുടെ ഹംഗ്രി ഇൻഡസിൽ ഇന്ത്യ കിടക്കുന്നത് 100ന്റെ അപ്പുറത്താണ്. പല ചെറു രാജ്യങ്ങൾ ഇന്ത്യയുടെ ഫ്രണ്ടിലുള്ളത്. തൊഴിലില്ലായ്മയുടെ കാര്യം ഇന്ത്യ കിടക്കുന്നത് 100ന്റെ അപ്പുറത്താണ്. പിള്ളേരുടെ അതായത് മാൽന്യൂട്രീഷൻ കാരണം മരിക്കുന്ന പിള്ളേരുടെ ഇൻഡസിന്റെ കാര്യം ഇന്ത്യ കിടക്കുന്ന 100ന്റെ അപ്പുറത്താണ്. ഇങ്ങനെ സകല. പിന്നെ ഇന്ത്യയുടെ പാസ്പോർട്ട് ഇൻഡസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 85th കൺട്രി ആയിട്ട് നമ്മൾ വന്ന് കിടക്കുന്നത് നമ്മുടെ പാസ്പോർട്ടിന്റെ പവർ. ഇതിന്റെ ഇടയ്ക്ക് ഈ GDPന്റെ കണക്ക് പറഞ്ഞ് വരാൻ നിൽക്കരുത്. ഈ GDPന്റെ 50% അദാനിക്കും അംബാനിക്കും ഒക്കെ അണ്ടകടാകത്തിലേക്ക് തള്ളിക്കൊടുത്തിട്ട് സകല നമ്മുടെ എയർ ഇന്ത്യ, നമ്മുടെ BSNL, നമ്മുടെ കയ്യിലുള്ള എന്തൊക്കെ പബ്ലിക് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി വിട്ട് തൊലച്ചിട്ട് ഇരിക്കുന്ന ഇന്ത്യയുടെ വികസനത്തിനെ പറ്റി അറിയില്ലെങ്കിൽ ചിലയ്ക്കാൻ നിൽക്കരുത് പ്ലീസ്. എന്നിട്ട് അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരുതരം ആൾക്കാർ. പിന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു രീതി നോക്കിയാൽ നമ്മുടെ പ്രത്യേക തരത്തിലുള്ള ഒരു മതവിഭാഗത്തിനെ നമ്മൾ സുഖിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൽ ഇന്ന് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഞമ്മന്റെ ആൾക്കാരെ നമ്മൾ സുഖിപ്പിച്ചേ പറ്റത്തുള്ളൂ. കാരണം നിലനിൽപ്പിന്റെ ആവശ്യമാണ്. എനിക്ക് തോന്നുന്നത് അവരെ ആ രീതിക്ക് അങ്ങ് വിട്ടാൽ മതി എന്ന് തോന്നുന്നത്. കാരണം ഞമ്മന്റെ ആൾക്കാരെ നമ്മൾ സുഖിപ്പിച്ചില്ലെങ്കിൽ നിലനിൽപ്പിനെ ബാധിക്കും. ഈ ഞമ്മന്റെ ആൾക്കാരെ സുഖിപ്പിച്ച് മാത്രമാണ് കേരളത്തിലെ ആൾക്കാർ ജീവിക്കുന്നതെങ്കിൽ അപ്പൊ ചേച്ചിയൊക്കെ കുറെ ഞമ്മന്റെ ആൾക്കാരെ സുഖിപ്പിച്ചിട്ടുണ്ടോ?
അറിയത്തോണ്ട് ചോദിച്ചാട്ടോ. അങ്ങനെ ഞമ്മൻ്റെ ആൾക്കാരെ സൂചിപ്പിച്ചൊന്നും വേണ്ട ചേച്ചി, ഇവിടെ മര്യാദയ്ക്ക് ജീവിച്ചാൽ മതി. ഈ ബൈജുനി ഇന്ത്യയൊക്കെ വായിക്കൂടെ വരുന്ന ഈ മലം തുപ്പലുണ്ടല്ലോ, അതൊക്കെ മാറ്റി സുഖമായിട്ട് ഇവിടെ നമ്മളൊക്കെ ജീവിക്കുന്നുണ്ട്. നമ്മളെ പോലത്തെ ഒരുപാട് ആൾക്കാർ ഈ കേരളത്തിലും ഇന്ത്യ മഹാരാജ്യത്തും ജീവിക്കുന്നുണ്ട്. പിന്നെ മറ്റോടത്തൊക്കെ പോയി കിടന്നിട്ട് ഞമ്മൻ്റെ വർത്താനം പറയാം. ചേച്ചി അവിടെ ആരെയാണോ ചേച്ചി സുഖിപ്പിച്ചതെന്നുള്ള ചേച്ചി തന്നെ പറയണം. ഞങ്ങളൊന്നും ആരും അങ്ങനെ സുഖിപ്പിക്കാനല്ല സുഖത്തിന് നിൽക്കാനൊന്നും സമയം കണ്ടെത്താറില്ല. എടുത്തു പറയേണ്ടത്, ഈ മിഡിൽ ഈസ്റ്റിലുള്ള കുറെ അധികം ഈ ഞാൻ പറഞ്ഞ മതവിഭാഗത്തിലുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരുപറ്റം ആളുകൾ വളരെ രൂക്ഷമായ രീതിയിൽ എന്നെ തെറി പറയുകയും അസഭ്യം പറയുകയും നിന്നെ നാട്ടിലോട്ട് വന്ന് നിന്നെ കൊന്നുകളയും തിന്നുകളയും എന്നൊക്കെ പറയുന്ന ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എനിക്കൊന്നും സംഭവിക്കത്തില്ല. സംഭവിച്ചാൽ ഞാനത് ആ രീതിയിൽ നോക്കിക്കോളാം. എങ്കിലും എനിക്ക് വ്യക്തമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ പൊന്നു ചേച്ചി, നിന്നേക്കാൾ വലിയ മലം തൊപ്പിക്കൊണ്ടിരിക്കുന്ന മലം ബൈജുപ്പുറത്തിരിക്കുന്ന അവനൊന്നും പറ്റിയിട്ടില്ല. അവൻ ഇത്രയും കാലം ജീവിച്ച് സുഖമായിട്ട് വായി തോന്നുന്ന സകലമാന ചെറ്റത്തരം അവൻ പറഞ്ഞിട്ടും അവൻ സുഖമായിട്ട് ജീവിച്ച് ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഞമ്മൻ്റെ ആൾക്കാരും അവനൊന്നും ചെയ്യാൻ പോയിട്ടില്ല. ഈ ചേച്ചി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചേച്ചിന്റെ പിന്നാലൊന്നും പോകത്തില്ല. പിന്നെ അല്ലെങ്കിൽ വരും, ഈ ഈച്ച വരിയിരിക്കും. തീട്ടത്തിന്റെ പിന്നാലെ ആകെ ഈച്ചയെ പോയിരിക്കാറ്. അപ്പൊ ചേച്ചി നാട്ടിലോട്ട് വന്നാൽ 4 ഈച്ച വന്ന് ചിലപ്പോൾ ചേച്ചിന്റെ ചുറ്റും കൂടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നിങ്ങൾ ഞമ്മൻ്റെ ആൾക്കാർ തീട്ടത്തിന്റെ പിന്നാലെ പോവാറില്ല ചേച്ചി. അതുകൊണ്ട് ചേച്ചി ടെൻഷൻ അടിക്കാൻ വേണ്ട, ആരും ചേച്ചിനെ തെരഞ്ഞു വരില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ മതത്തിനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇത് ചെയ്യാം. മറ്റൊരു മതത്തിനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പീഡിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ മാത്രം ഈ സമൂഹത്തിൽ ജീവിച്ചാൽ മതി, നിങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട എന്ന് പറയുന്ന ആ ഒരു മനസ്ഥിതി നിങ്ങൾ മാറ്റിവെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉന്നമനം ഉണ്ടാവും. എന്റെ പൊന്നു വാഴ, നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ. ഏത് മുസ്ലിമാടി നമ്മുടെ നാട്ടിൽ കേരളത്തിലും ഇന്ത്യയിലും വന്നിട്ട് ഹിന്ദുക്കൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, ഞങ്ങളുടെ രാജ്യമാണ്, നിങ്ങൾ ജീവിക്കേണ്ട, ഞങ്ങളുടെ മതത്തിലോട്ട് നിങ്ങൾ ഇവിടെ ജീവിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിമിനെ കാണിച്ചു തരാൻ പറ്റുമോ? നീ എന്ത് മരവാഴത്തിലൊക്കെ പറയുന്നത്? അച്ഛൻ പോലും ഇത് കേട്ടപ്പോൾ നിന്റെ അച്ഛൻ ഉണ്ടെങ്കിൽ കേട്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടോ പണ്ട് വാഴ വെച്ചാൽ മതിയായിരുന്നു, ബെഡ്റൂം കയറേണ്ടില്ലായിരുന്നു? സത്യമാണ് പറഞ്ഞത്. ഇത് കേട്ടാൻ വിചാരിച്ചതാണ്. നീ ഇത്രയും കാലം ജീവിച്ചത് 5 കൊല്ലമായിട്ടുള്ള ഇസ്രായേലിൽ പോലെ, അതുവരെ നീ ജീവിച്ചത് ഈ പറഞ്ഞ കേരളത്തിൽ തന്നെ അല്ലേ? നിന്നോട് ഏതെങ്കിലും നിന്റെ ഒരു ഫ്രണ്ട്, മുസ്ലിം ഫ്രണ്ട് വന്ന് പറഞ്ഞിട്ടുണ്ടോ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി, ഇത് ഞങ്ങളുടെ രാജ്യമാണ്, അല്ലെങ്കിൽ നീ മതം മാറിക്കുമെന്ന്? ഒരാളെ നീ കാണിച്ചില്ല. ഒരാളെ നീ ഈ വീഡിയോ നീ കാണുന്നുണ്ട്, അങ്ങനെ ഒരാളെ നീ കാണിച്ചിട്ടാണെങ്കിൽ നിന്നെ ഞാൻ സമ്മതിച്ചു. ഒരു മുസ്ലിമിന് ഈ രാജ്യത്ത്, ഈ നാട്ടിൽ നിന്റെ കൂടെയുള്ള ഒരു മുസ്ലിം നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ നമുക്കറിയാം ഇവിടെ വിദ്യാഭ്യാസ രീതി ഏറ്റവും ഏർലി മോർണിംഗിൽ എണീറ്റ് പഠിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ കുഞ്ഞു മക്കളുടെ തലച്ചോറിലേക്ക് കയറുന്ന വിദ്യാഭ്യാസമൊക്കെ നമുക്കറിയാം. നമ്മുടെ മക്കളൊക്കെ ഏറ്റവും നേരത്തെ എണീപ്പിച്ച് പഠിക്കാൻ വേണ്ടി നിർബന്ധം പിടിച്ചാൽ ഇന്നത്തെ തലമുറ എണീക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. മൊബൈൽ മാനിയം, അല്ലെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടർ യുഗത്തിൽ അതിന്റെ ദൂഷ്യഫലങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ നമുക്കറിയാം മദ്രസ വിദ്യാഭ്യാസത്തിന് പോകുന്ന കുഞ്ഞുമക്കൾ 3-4 വയസ്സാവുന്നതിന് മുൻപ് തന്നെ റോഡിലൂടെ നിരന്ന് പോകുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തെ കുറിച്ചൊക്കെ നമ്മുടെ ഗുരുവര്യന്മാരും സന്യാസിവര്യന്മാരും ഒക്കെ ക്ലാസ് എടുക്കാറുണ്ട്. ഇപ്പം എന്റെ മോൻ പഠിക്കുന്നത് ഗുരുകുലം വിദ്യാനികേതനാണ്, മക്കൾ 2 പേരും പഠിക്കുന്നത്. അപ്പം ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ഡേ ക്ലാസ് ഞാൻ പോയ സമയത്ത് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കേണ്ടതിന്റെ പ്രാധാന്യവും അത് എണീറ്റ് കഴിഞ്ഞാലുള്ള കുട്ടിയുടെ ബുദ്ധിവികാസവും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ അതിന്റെ ആ ഒരു ഗുണം കിട്ടുന്നത് ഇന്ന് മദ്രസയിൽ പോകുന്ന കുട്ടികൾക്കാണെന്ന് അറിയാം. പക്ഷേ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഈ വിദ്യാഭ്യാസം എത്രത്തോളമാണ് ഇന്നത്തെ ആയാലും പഴയതായാലും ഇനി വരാനിരിക്കുന്ന തലമുറയായാലും അവരെ ഈ മതത്തിന് അവരെ ഇത്ര കണ്ട് ദുഷ്ടരായി വളർത്തുക, അന്യമതസ്ഥരെ കൊല്ലാനും അല്ലെങ്കിൽ കൈകാൽ വെട്ടാനും അവരെ വെറുക്കാനും പഠിപ്പിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ നയം, അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ മദ്രസ വിദ്യാഭ്യാസം വേണ്ടതാണോ വേണ്ടതല്ലാത്തതാണോ? തീർച്ചയായിട്ടും നിരോധിക്കേണ്ട തന്നെയാണ്. ഒരു പറ്റം പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ മതത്തിന്റെ വിദ്വേഷം കുത്തി നിറയ്ക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് മദ്രസ സമ്പ്രദായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് പണ്ട് സ്കൂളുകൾ, അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് നമ്മുടെ സംസ്കൃതം പോലെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് പഠിച്ചിരിക്കുമ്പോൾ ശാന്തമായ അന്തരീക്ഷത്തിൽ ഏകാന്തമായ മനസ്സ് കൊണ്ട് അവർ ധ്യാനിച്ച് അവരിലെ കുണ്ടലിനി ശക്തി ഉണർത്തും, അല്ലെങ്കിൽ അവരുടെ ഈ നമ്മുടെ തലയുടെ ബാക്കിൽ ഓറ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് ഉണർത്തുന്ന ഒരു സംഭവം. ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ പിന്നെ മദ്രസ കുട്ടികൾക്ക് ഉണ്ടാവുന്ന അവർക്കാണ് അതിന്റെ ബെനിഫിറ്റ്. ഒരു ബെനിഫിറ്റും ഉണ്ടാവാൻ പോകുന്നില്ല. ആ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റത് കൊണ്ട് മാത്രം കാര്യമില്ല, അതിന് ഒരു ചര്യയുണ്ട്, അതിനൊരു നിഷ്ഠയുണ്ട്. ആ നിഷ്ഠയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ആ ഏകാന്തമായ ആ ഒരു മനസ്സ് സ്വസ്ഥമാക്കിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അതിനെ ചെയ്യുന്നത്. പ്രാണായാമ പോലുള്ള ഓരോ കാര്യങ്ങൾ, യോഗയുടെയും സൂര്യ നമസ്കാരത്തിന്റെയും ഒക്കെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ആചാര്യ അനുഷ്ഠാനങ്ങളിൽ അത് വരേണ്ടതാണ്. നമ്മുടെ കുട്ടികളൊന്നും എല്ലാവരും ഇന്നും മൊബൈൽ അഡിക്റ്റ് ആയതുകൊണ്ട് ആരും അത് ചെയ്യുന്നില്ല. ആ ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ധ്യാനിച്ചതിന് ശേഷം സൂര്യ നമസ്കാരം ചെയ്യുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും അന്നത്തെ ദിവസത്തേക്ക് വേണ്ടുന്ന എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു കോൺസെൻട്രേഷൻ പവർ എന്ന് പറയുന്നത് അതൊരു ഹൈ ലെവലിലേക്ക് വരുന്നുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് അതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ നമ്മുടെ ഒരു വിദ്യാഭ്യാസ രീതി മാറ്റേണ്ടതായിട്ട് തന്നെയുണ്ട്. പക്ഷെ അങ്ങീ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റ് മദ്രസയിൽ പോയി നിൽക്കുന്ന കുട്ടികൾക്ക് എന്ത് ഉന്നമനമാണ് വരുന്നത്? അവരെ മതം ഇങ്ങനെ കുത്തിവെച്ച് അവരുടെ തലയിൽ വിഷം കുത്തിവെച്ചിട്ട് വിഷം തുപ്പുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ കുട്ടികളെയൊക്കെ വാർത്തെടുത്തുകൊണ്ട് വരുന്ന വിദ്യാഭ്യാസ രീതിയോട് തീർച്ചയായിട്ടും എനിക്ക് പുച്ഛം തന്നെയാണ്. അവർക്ക് അതിൽ നിന്നും പ്രത്യേകിച്ച് ഒരു വലിയ വളർച്ചയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇന്നത്തെ മദ്രസ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വേറെ ആരെയും മറ്റുള്ള അന്യ മതസ്ഥരെ എല്ലാം നിങ്ങൾ വർഗീയ വിദ്വേഷികളായിട്ട് മാത്രം അവരെ കാണുക, നമ്മുടെ ആൾക്കാർ മാത്രം ഇവിടെ ഈ സമൂഹത്തിൽ ജീവിച്ചാൽ മതിയെന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തെയും ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും ആ പഠനം കൊണ്ട് ആ കുട്ടികൾ ഒരു നല്ല നിലയിലും എത്താൻ പോകുന്നില്ല.
ആ മദ്രസയിൽ പഠിച്ചതുകൊണ്ട് ആ കുട്ടികളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ അത് സയൻസ് ആണെങ്കിലും വേണ്ടില്ല ഏത് വിദ്യാഭ്യാസ മേഖലയിലും ഇപ്പൊ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അതായത് ഒരു വീട്ടിൽ എങ്ങനെ പെരുമാറണം, ഒരു നാട്ടിൽ എങ്ങനെ പെരുമാറണം, ഒരു രാജ്യത്ത് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരോട് എങ്ങനെ പെരുമാറണം വ്യക്തമായിട്ട് മദ്രസയിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ പറഞ്ഞ പിള്ളേർ കേരളത്തിൽ സുഖമായിട്ട് പഠിച്ച് മദ്രസയും പഠിച്ച് സ്കൂളും പഠിച്ച് ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും എല്ലാം ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നിന്നെ പോലത്തെ അല്ലെങ്കിൽ നിങ്ങളെ പോലത്തെ കുറേ പേര് ഇമാതിരി ഒരു കുന്തും പഠിക്കാത്തത് കൊണ്ട് അങ്ങ് നോർത്ത് ഇന്ത്യയിലും അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് ജയശ്രീരാമന്റെ പേരിലും ബീഫിന്റെ പേരിലും മറ്റ് പലതിന്റെ പേരിലും കുരിശിന്റെ പേരിലും അമ്പലം പൊളിക്കുന്നതിന്റെ പള്ളി പൊളിക്കുന്നതിന്റെ പേരിലും നിങ്ങൾ സുഖമായിട്ട് അവിടെ തെമ്മാടിക്കൂട്ടങ്ങളായി ജീവിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞൊന്നും പഠിക്കാണ്ട് ഇവിടെ ഒരു ഗതിയും കോണവും ഇല്ലാത്ത നിന്നെ പോലത്തെ പല ആൾക്കാരും അങ്ങ് ഇസ്രായേലിലും അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് ചന്തികൈ ജീവിക്കുന്നുണ്ട് ടിപ്പും കിട്ടിയിട്ട്. അതല്ല പഠിച്ച് ഒരു ആറനാണ് ഒരു രജിസ്റ്റേർഡ് നഴ്സൊക്കെ ആണെങ്കിൽ ഈ നേരം കൊണ്ട് അല്ലെങ്കിൽ ഈ കാലം കൊണ്ട് വല്ല മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പോയിട്ട് സമാധാനപരമായി നല്ല രീതിയിൽ പഠിച്ച് ജോലി ചെയ്ത് ജീവിക്കേണ്ടതിന് പകരം ഇസ്രായേലിൽ പോയി കണ്ടവന്റെ കുണ്ടി തങ്ങി ജീവിക്കാനുള്ള അവസ്ഥ നിനക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ മദ്രസയിൽ പഠിച്ചുകൊണ്ട് മദ്രസയിൽ പഠിച്ച നല്ല ആൾക്കാർ ഇപ്പം വരുന്ന പരിപാടിക്കൊന്നും പോകാണ്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ പഠിച്ച് വിദ്യാഭ്യാസത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് മദ്രസ പഠിച്ചാലും മദ്രസ പഠിച്ചില്ലെങ്കിലുള്ള വ്യത്യാസം കേട്ടാ. അപ്പം ഇതൊക്കെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മുടെ ശശികലനെ പോലത്തെ വിഷകലകൾ ഈ രാജ്യത്ത് നിന്ന് ചത്തൊടുങ്ങിയാലും ഇതുപോലത്തെ മറ്റു ചില വിഷജന്തുക്കൾ പുറത്തോട്ട് പ്രിപ്പയർ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ച് ഒരു കാലത്ത് ചന്തി കഴുകി മതിയായി തിരിച്ച് നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പം BJPയുടെ വക ഒരു സീറ്റ് എൻ്റെ ചേച്ചിക്ക് ഉറപ്പായിട്ടും കിട്ടും. സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ഇടയ്ക്കൊക്കെ ചന്തി കഴിയുമ്പം നമ്മുടെ കേരളത്തിൽ സുഖമായിട്ട് ജീവിച്ച കാലവും ഇവിടെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ഒക്കെ സമാധാനത്തോടെ ജീവിച്ചൊരു കാലം ചേച്ചിക്ക് ഉണ്ടാവില്ല. ഇവിടെ പഠിച്ച് വളർന്നിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ച് കുറച്ചൊരു മനസ്സിനൊരു നിർവൃതിയൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.